ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുടംപുളിയിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത നല്ല കിടില മീൻകറി റെസിപ്പിയുമായിട്ടാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ 1 തുടം വെളുത്തുള്ളി നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 സവോള നീളത്തിൽ ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് നെടുകെ കീറിയതും ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ 2 കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. ഞാനത് പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച 2 കുടംപുളി വെള്ളത്തോടു കൂടി തന്നെ ഇത് കറിയിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് 2 കപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ മീൻ കഷ്ണങ്ങളാണ് ചേർക്കുന്നത്. ഇനി ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം മൂടി അടച്ച് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളവും പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് 1ാം പാല് ചേർക്കാം. 1ാം പാല് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം 1ാം പാല് ചേർക്കാൻ. 1ാം പാല് ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. തിള കയറി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് താളിക്കാനായിട്ട് ഒരു ചെറിയ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറി ലീവ്സ് കൂടി ചേർക്കാം. ഇനി ഇത് ഈ മീൻ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവോലി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂട്ടത്തിലും പത്തിരിയുടെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്